2023 മെയ് മാസം മുതൽ കഴിഞ്ഞ 2 വർഷത്തോളമായി നടന്നു വരുന്ന മണിപ്പൂരിലെ കലാപങ്ങൾക്ക് 2025 ഫെബ്രുവരി 9-ാം തീയതി മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതോടെ ഒരു ശമനമുണ്ടാവുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മണിപ്പൂരിലെ കലാപത്തിൻ്റെ കാരണങ്ങൾ? മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ 1917 മണിപ്പൂരിൽ വിവിധ ഗോത്രവർഗങ്ങൾ തമ്മിൽ വലിയ കലാപങ്ങൾ നടക്കുകയുണ്ടായി. അതിനുശേഷം പല ഘട്ടങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ശക്തമായി ഇത്തരം കലാപങ്ങളെ അടിച്ചമർത്തുകയും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ മണിപ്പൂരിൽ ഇത്തരം വലിയ കലാപങ്ങൾ ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മലനിരകളിൽ കുക്കി, സോ, അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ നാഗന്മാർ തുടങ്ങിയ ഗോത്രവർഗങ്ങളാണ് വളരെ കാലമായി പരമ്പരാഗതമായി താമസിച്ചു വരുന്നത്. ഇംഫാൽ തുടങ്ങിയ താഴ്വര പ്രദേശങ്ങളിൽ മൈത്തികൾ എന്ന വർഗമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്ത്യയിൽ നിന്നും കുടിയേറിയിട്ടുള്ള വളരെ മുമ്പ് തന്നെ അങ്ങോട്ട് കയറി കുടിയേറി പാർത്തിട്ടുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 2023 മെയ് മാസത്തിൽ ഉണ്ടായ പെട്ടെന്നുള്ള പ്രകോപനം മെയ്ത്തികൾ ഗോത്രവർഗ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കാലമായി 2012 മുതൽ തന്നെ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. അക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുക്കാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് മണിപ്പൂർ ഹൈക്കോടതി മൈത്തികൾക്ക് ഗോത്രവർഗ പദവി നൽകുവാനായി കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണം എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ സംസ്ഥാന ഭരണം BJPയുടെ നേതൃത്വത്തിലായിരുന്നു. BJPയുടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇപ്പോൾ രാജിവെച്ച ബിരേൻ സിംഗ് ആയിരുന്നു. ബിരേൻ സിംഗ് 2002 ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്നത്. അതിനു മുമ്പ് ബിരേൻ സിംഗ് മണിപ്പൂർ ഫുട്ബോൾ ടീമിലെ അംഗവും അതുപോലെ BSFന് വേണ്ടിയൊക്കെ ഫുട്ബോൾ കളിച്ചിരുന്ന പ്രശസ്തനായ ഒരു ഫുട്ബോളറായിരുന്നു. 2002 ഒരു പ്രാദേശിക പാർട്ടിയുടെ ലേവലിലാണ് ആദ്യമായിട്ട് ഒരു നിയമസഭാംഗമായി മാറുന്നത്. അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കോൺഗ്രസിൽ ലയിക്കുകയും അങ്ങനെ 2006 മുതൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിലെ യുവജനകാര്യ സ്പോർട്സ് മന്ത്രിയായിട്ട് ബിരേൻ സിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2016 BJPയിലേക്ക് കൂറുമാറുകയും 2017 BJPയെ മണിപ്പൂരിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിൽ പ്രധാനി ബിരേൻ സിംഗ് ആണ്. വീണ്ടും 2022 തിരഞ്ഞെടുപ്പിൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ബിരേൻ സിംഗ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് മൊയ്ത്തി വിഭാഗക്കാരനായ ബിരേൻ സിംഗ് മൊയ്ത്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പദവി നൽകാനുള്ള തീരുമാനം പരോക്ഷമായി കോടതിയിൽ ആ കേസിൽ ശരിയായ രീതിയിൽ വാദിക്കാതെ കോടതിയിൽ നിന്നൊരു ഉത്തരവ് നേടിക്കൊണ്ട് ഈ മൊയ്ത്തികൾക്ക് ഗോത്രവർഗ പദവി
നൽകാനുള്ള തീരുമാനം വരുത്തിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയ് മാസത്തിൽ പല പ്രദേശങ്ങളിലും മൈത്തികളും കുക്കി, സോ ഗോത്രവർഗങ്ങളും തമ്മിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. കുക്കി, സോ തുടങ്ങിയ ഗോത്രവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്ന മലനിരകളിൽ ആദിവാസികൾക്കും അതുപോലെ തന്നെ ഈ ഗോത്രവർഗക്കാർക്കും മാത്രമേ ഭൂമി കൈവശം വെക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. മൊയ്ത്തി വിഭാഗത്തെ പട്ടിക വർഗത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ പ്രദേശങ്ങളിൽ അവർക്ക് കൂടി ഭൂമി കൈവശം വെക്കുവാനുള്ള അവകാശം കൈവരും. അപ്പോൾ അതിനാൽ കുക്കികളേക്കാൾ കൂടുതൽ സമ്പന്നരായിരുന്ന മൊയ്ത്തികൾ അവരുടെ കുക്കികളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിലേക്ക് അവരുടെ അധികാരം വ്യാപിപ്പിക്കും എന്നൊരു ഭയം കുക്കികൾക്കുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ മ്യാൻമറിൽ നടന്നുകൊണ്ടിരുന്ന ആഭ്യന്തര സംഘർഷങ്ങളും അതുപോലെ തന്നെ മലനിരകളിൽ ഫോറസ്റ്റ് അധികൃതരുമായിട്ട് ഈ കുക്കീസോ വിഭാഗങ്ങളിലെ ആളുകൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ ഈ ഒരു കലാപത്തെ പ്രോത്സാഹിപ്പിച്ചു. ഈ കലാപം 2 വർഷം പിന്നിടുമ്പോൾ 250-ലേറെ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1000-ത്തിലധികം പേർ അംഗവിഹീനരായി. 60,000-ത്തോളം ജനങ്ങൾക്ക് അവരുടെ വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. 5000-ത്തോളം വീടുകൾ നശിപ്പിക്കപ്പെട്ടു. 500-ഓളം ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെയധികമാണ് സംഖ്യ എന്നാണ്. പക്ഷേ 2 വർഷവും മണിപ്പൂരിൽ ബിരൻ സിംഗിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഈ കലാപം അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല എന്നും മൊയ്ത്തികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബിരൻ സിംഗ് സ്വീകരിക്കുന്നതെന്നുമായിരുന്നു നേരത്തെ തന്നെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെയും അതുപോലെ തന്നെ BJPയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകളുടെയും ആരോപണം. ആ ആരോപണത്തിന് ശരിവെക്കുന്ന രീതിയിൽ ബിരൻ സിംഗിൻ്റെ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശങ്ങൾ അനലൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞതെന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വോയിസ് ക്ലിപ്പുകൾ ദേശീയ ഫോറൻസിക് ലാബിന് കൈമാറിയിട്ട് പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യം ഒരു പ്രധാന കാരണമാണ്. ബിരൻ സിംഗിൻ്റെ രാജിക്ക് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ 10-ാം തീയതി ഫെബ്രുവരി 10 ഒരു അവിശ്വാസ പ്രമേയവും മണിപ്പൂർ ഗവൺമെൻറ്റിനെതിരെ നിയമസഭയിൽ വരുന്നുണ്ടായിരുന്നു. ആ അവിശ്വാസ പ്രമേയം വിജയിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ടായിരുന്നു. കാരണം BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്ന് ധാരാളം MLA-മാർ വിട്ടുനിന്നിരുന്നു. അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾ കാരണമാണ് ഇപ്പോൾ ബിരൻ സിംഗ് രാജിവെച്ചിരിക്കുന്നത്. ബിരൻ സിംഗിൻ്റെ രാജി ഈ താഴ്വരയിൽ സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നതിനും സമാധാനം കൈവരുന്നതിനും ഉള്ള പുതിയ സാധ്യതകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്.